ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പിള്ളേരുടെ തലയിലൊക്കെ റായല് വെക്കുന്ന തേണ്ടി ഇതാണ്. ഇതെങ്ങനെ തയ്ക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് തയ്ക്കും. ഇത് ഞാൻ തയ്ച്ച ഫ്രോക്കാണ്. തയ്ക്കുമ്പോൾ ആ മോഡലിൽ നമ്മൾ റാ വെക്കും. ആ റായ്ക്ക് മാച്ച് ചെയ്യുന്നതാണ് ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് അല്ലെ സ്ലൈഡ് തേണ്ടി അടിയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് നമുക്ക് അതെല്ലാം ഫിറ്റ് ചെയ്യാം. ആ രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 2 എണ്ണം എടുത്ത്, കാരണം 2 ഡ്രസ്സുണ്ട്, അതുകൊണ്ട് 2 എണ്ണം ഞാൻ ഉണ്ടാക്കി. ഒരെണ്ണം ഒരെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. ഇവിടെ ഉണ്ട്. 2 എണ്ണം ഉണ്ടാക്കി. കാരണം 2 ജോഡിയുള്ളത് കൊണ്ടാണ് 2 ഡ്രസ്സ്, ചേട്ടത്തിക്കോ അനിയത്തിക്കുവാ ഇത്. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കി. ഇനി ഞാൻ 2 എണ്ണം ഉണ്ടാക്കാൻ പോകുന്നത് ഈ കളറാണ്. ഇത് ഞാൻ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ 4.5 ഇഞ്ച് വീതിയിലും 4.5 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലും വേണം തുണി കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ? അപ്പം 4.5 ഇഞ്ച് നീളവും ഒരു സൈഡിലേക്ക് 2.5 ഇഞ്ച് വീതിയും വേണം. അപ്പം ഇങ്ങനെ 2ആയിട്ട് മടക്കുമ്പോൾ 4.5 9 ഇഞ്ച് നീളം വരും ഇതിന്. അത് തുണിയുടെ സൗകര്യം പോലെ വേണേ ഇങ്ങനെ മടക്കാം, അല്ലെങ്കിൽ ഈ വീതി ഉള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കാം. അത് നമ്മുടെ സൗകര്യം പോലെ നമ്മൾ എടുക്കണം. അപ്പം ഞാൻ ഇനി അടുത്ത 2 എണ്ണം തയ്ക്കാനായിട്ട് പോവുകയാണെ അതിനുള്ളതാണ് ഞാൻ ഈ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മടക്കിയിട്ട, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മടക്കിയിട്ടത്. ആ മടക്കിയിട്ട ഭാഗം ഒഴിച്ച് ബാക്കി 2 അറബും അടിച്ചു. ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുവാണല്ലോ. ഇനി ഞാനിത് തിരിച്ചിട്ടുണ്ട് വരാം. ഇതുകൊണ്ട് തിരിച്ചിട്ടേ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബായുണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ അങ്ങ് അകത്തോട്ട് കയറ്റി അടച്ചേക്കണം. അതായത് ഇതുകൊണ്ട് ഇങ്ങനെ കണ്ടോ, ഇതിൻ്റെ വായ അടച്ചിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുണ്ടല്ലോ, ഇത് പാവാടയുടെ പീസ് എടുത്ത് അടിഭാഗത്ത് വെക്കാനാണ്. ഇനി നമ്മൾ ആ ടോപ്പിന്റെ പീസ് ഉണ്ടല്ലോ, ഈ കല്ലുള്ളത് നമ്മൾ ഇത് തയ്ച്ചു പിടിപ്പിക്കുവാണ്. അതായത് ഇത്രയും വീതി നീളം വേണ്ട, ഇതിനേക്കാളും ശകലം കുറവാണ്. 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വീതം കുറച്ച് ഇതിനകത്ത് നിൽക്കത്തക്ക വിധം വേണം നമ്മളിത് കട്ട് ചെയ്ത് ഇത് പിടിപ്പിക്കാൻ. ഞാനപ്പോൾ അത് ചെയ്തുകൊണ്ട് വരാം. ഇതേണ്ടേ. അപ്പം ഞാൻ ഇത് 2 തയ്ച്ചു കഴിഞ്ഞേ, ഇനി നമ്മൾ എന്തോ എടുക്കണമെന്നറിയാവോ? പറഞ്ഞുതരാം. ഇതിൻ്റെ നടുഭാഗം എടുത്ത് നമ്മളിങ്ങനെ ചുരുട്ടി വെക്കുക. കാണിച്ചു തരാം. ഇതേണ്ടിങ്ങനെ കണ്ടോ, എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേ കളറിലുള്ള നൂലോ ഈ കളർ തന്നെ ആയിരിക്കണം, അല്ലേ തന്നെ ഈ തുണിയുടെ തന്നെ ഭാഗങ്ങളും എടുത്ത് നമ്മൾ ഈ റൗണ്ട് ആക്കുക. ഈ നടുഭാഗം ഇങ്ങനെ ചുറ്റി വരിയുക. ഇത് ഈ നെറ്റിന്റെ തേര് ഭാഗമാണ്. ഇത് ഈ കളർ തന്നെയാണ്. അത് നമ്മളിങ്ങനെ അടിയിലോട്ട് കൊണ്ടുവന്ന് കെട്ടിവെക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിന് മാച്ച് ചെയ്യുന്ന സ്ലൈഡേ കുത്താനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ടോപ്പിന് മാച്ച് ചെയ്യുന്നതാണ്. ഇതിൻ്റെ തുണിയെന്നാണ് ചേർത്തി എനിക്ക് ഈ 2 എണ്ണം വീതമേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുണ്ടോ?